Hi, good morning to all. Today we will discuss about capital asset pricing model or Capm model. So the Capm model was developed in mid 90s, 1960s by three researchers William Sharp, John Linder and Jan Morrison independently. So the Capm is really an extension of the portfolio theory of Markowitz. So, the portfolio theory is a description of how rational investors should build efficient portfolio and select the optimal portfolio. So, the Kappa model derives the relationship between the expected return and the risk of individual securities and portfolios if everyone behaved in the way the portfolio theory suggests. കാപ്പം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1960-കളിലാണ്. പ്രധാനമായിട്ടും വില്യം ഷാർപ്പ്, ജോൺ ലിൻഡർ, ജാൻ മോയ്സൺ എന്ന് പറയുന്ന റിസർച്ചേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് കാപ്പം മോഡൽ. സോ ദ കാപ്പം ഈസ് റിയലി an extension of the portfolio theory of Markowitz. മാർക്കോവിക്സിൻ്റെ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിനെ കാണുന്നത്. And the portfolio theory is a description of how rational investors should build efficient portfolio and select the optimal portfolio. ഇപ്പം പോർട്ട്ഫോളിയോ തിയറി പറയുന്നത് എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സ് എങ്ങനെയാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് എന്നും അതിൽ നിന്നും ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞതാണ്. സോ ദ കാപ്പം മോഡൽ ഡിറൈവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാപ്പം മോഡൽ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ആൻഡ് പോർട്ട്ഫോളിയോസ് ഇഫ് എവരി വൺ ബിഹേവ്ഡ് ഇൻ ദ വേ പോർട്ട്ഫോളിയോ തിയറി സജസ്റ്റ്. അതായത് പോർട്ട്ഫോളിയോ തിയറി സജസ്റ്റ് ചെയ്യുന്നത് പോലെ എല്ലാ ആളുകളും ബിഹേവ് ചെയ്യുകയാണ് എങ്കിൽ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? റിസ്ക്കും, അതായത് എക്സ്പെക്റ്റഡ് റിട്ടേണും റിസ്ക് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിറൈവ് ചെയ്യുന്നത്, കാപ്പം മോഡൽ ഡിറൈവ് ചെയ്യുന്നത്. സോ ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ describe the relationship between systematic risk and expected return for assets, particularly stock. So CAPM or Capm is widely used throughout finance for pricing risky securities and generating expected returns for assets given the risk of those assets and the cost of capital. അതായത് ഒരു ഇൻവെസ്റ്ററിന് ഒരു സെക്യൂരിറ്റിയിലുള്ള സിസ്റ്റമാറ്റിക് റിസ്ക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റി റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, കാപ്പം ഉപയോഗിക്കുക. അതായത് സ്റ്റോക്സിലുള്ള പർട്ടിക്കുലർലി സ്റ്റോക്സിലുള്ള. അപ്പോൾ അതായത് ഇൻവെസ്റ്റേഴ്സ് ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അഡീഷണൽ റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് ആണ് ഇത് നോക്കേണ്ടത്. കൂടുതലായിട്ടും പ്രൈസിങ് ഓഫ് റിസ്കി സെക്യൂരിറ്റീസ് റിസ്ക് ഉള്ള സെക്യൂരിറ്റീസ്. അതായത് ഒരു ഇൻവെസ്റ്റർ അഡീഷണൽ റിട്ടേൺ എടുക്കുന്ന സമയത്ത് ആ സെക്യൂരിറ്റിക്ക് അഡീഷണൽ ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രൈസിങ് ഓഫ് റിസ്കി സെക്യൂരിറ്റീസിനും അതേപോലെ ജനറേറ്റിംഗ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫോർ എ ഗിവൺ റിസ്ക് ഓഫ് ദോസ് അസറ്റ്സ്. അപ്പം ഒരു അസറ്റിൻ്റെ നമ്മളെടുക്കുന്ന റിസ്കിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ ഇതിന് ചെയ്യാൻ പറ്റുമോ, ആ സെക്യൂരിറ്റിക്ക് കൊടുക്കാൻ പറ്റുമോ, അതേപോലെ തന്നെ സെക്യൂരിറ്റീൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ കാപ്പം മോഡൽ യൂസ് ചെയ്യുന്നത്. So it helps the investor to understand the linear relationship between security return and risk. സെക്യൂരിറ്റി റിട്ടേണും അതേപോലെ തന്നെ റിസ്ക്കും തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്, കാപ്പം മോഡൽ സഹായിക്കുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് യൂസ് കാപ്പം ടു അസസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് വിച്ച് അഡീഷണൽ ഇൻകം ദ ഇൻവെസ്റ്റർ ഗെറ്റ് ബൈ ടേക്കിംഗ് അഡീഷണൽ റിസ്ക് ഓവർ ആൻഡ് അബവ് ദ റിസ്ക് ഫ്രീ റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇറ്റ് ഹെൽപ്സ് ദ ഇൻവെസ്റ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്യൂരിറ്റി റിട്ടേൺ ആൻഡ് റിസ്ക്. നമ്മൾ പറഞ്ഞു അതെന്താണ് സെക്യൂരിറ്റി റിട്ടേണും റിസ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പം ഇത് കാപ്പം അസസ് ചെയ്യുന്നത് എക്സ്റ്റെൻറ്റ് ഓഫ് വിച്ച് അഡീഷണൽ ഇൻകം ദ ഇൻവെസ്റ്റർ ഗെറ്റ് ബൈ ടേക്കിംഗ് അഡീഷണൽ റിസ്ക് ഓവർ ആൻഡ് അബവ് ദ റിസ്ക് ഫ്രീ റിട്ടേൺ. അതായത് റിസ്ക് ഫ്രീ റിട്ടേണിന് മുകളിലായിട്ട്
ഒരു ഇൻവെസ്റ്റർ റിസ്ക് എടുക്കുന്ന സമയത്ത് ആ എടുക്കുന്ന റിസ്കിന് എന്ത് ചെയ്യുമോ അയാൾക്ക് എന്ത് കിട്ടുമോ റിട്ടേൺ കിട്ടുമോ എന്നുള്ളതാണ് ആര് അസസ് ചെയ്യുന്നത്, CAPM എന്ത് ചെയ്യണത്, അസസ് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും എന്ത് കിട്ടുന്നുണ്ടോ, അഡീഷണൽ റിട്ടേൺ കിട്ടുന്നുണ്ടോ. അതായത് എന്താണ്, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ഒരു സർട്ടൻ എമൗണ്ട് എന്ത് ചെയ്യാനുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് ബാങ്കിൽ എന്ത് ചെയ്യാം, നിക്ഷേപിക്കാം. അപ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന സമയത്ത് റിസ്ക് ഒന്നുമില്ല അല്ലെ, എന്താണ്, കാരണം അഷ്യൂർഡ് റിട്ടേൺ ആണ്. എത്രയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, കൃത്യമായി നമുക്ക് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പം പക്ഷേ അതിന് പകരമായി നമുക്ക് എന്ത് ചെയ്യാം, അത് ഷെയറിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെ ഷെയർ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അത് വേറൊരു ആൾട്ടർനേറ്റീവ് ആണ്. അപ്പം ഈ ബാങ്ക് റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. കാരണം ബാങ്ക് റിട്ടേൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ റിട്ടേൺ എന്ന് പറയുന്നത് എന്നാൽ റിട്ടേൺ കുറവായിരിക്കും, പക്ഷേ എന്താണ് സെർട്ടേൺ ആണ്, ഷുവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന റിട്ടേൺ എന്ത് റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പം ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമാണ് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം ആ ഒരു റിസ്ക് നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത്, എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടണം, എന്തിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടണം, ബാങ്കിലുള്ള ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ CAPM യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ റിട്ടേൺ കിട്ടുമോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യുവാൻ. അതാണെന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റിൻ്റെ മുകളിൽ ഒരു ഇൻവെസ്റ്റർ എടുക്കുന്ന റിസ്കിന് അഡീഷണൽ റിട്ടേൺ എത്രത്തോളം അഡീഷണൽ റിട്ടേൺ, എക്സ്റ്റെൻറ്റ് ഓഫ് അഡീഷണൽ റിട്ടേൺ എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് CAPM ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യുവാൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, CAPM യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അസംഷൻസ് ഓഫ് എന്താണ് കേപ്പം നോക്കുക. മാർക്കറ്റ് ഈസ് എന്താണ് പെർഫെക്റ്റ് ആണ്, എന്താണ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതേപോലെ തന്നെ എന്താണ് സെക്യൂരിറ്റീസ് ആർ ഫ്രീലി എന്താണ് ട്രാൻസ്ഫറബിൾ ആണ്, ഫ്രീലി ട്രേഡബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്തില്ല, ട്രാൻസാക്ഷൻ കോസ്റ്റും ടാക്സും ഒന്നുമില്ല. അതേപോലെ എന്താണ് റിസ്ക് ഫ്രീ റേറ്റ് അല്ലെ, എന്താണ് ഓൾ സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ് എൻജോയ്സ് ദി എന്താണ് റിസ്ക് ഫ്രീ ലെവൽ ഓഫ് എന്താണ് റേറ്റ്. എല്ലാ സെക്യൂരിറ്റീസിനും എന്ത് കിട്ടുന്നുണ്ട്, സം സെറ്റ് ഓഫ് എന്താണ് റിസ്ക് ഫ്രീ റേറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ എന്താണ് ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷൻ. ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് എല്ലാ സെക്യൂരിറ്റീസിനെ പറ്റിയിട്ടും എന്താണ് ഒരേ തരത്തിലുള്ള പൊസിഷൻ അബൌട്ട് എന്താണ് ടുവേർഡ്സ് റിസ്ക് ആൻഡ് റിട്ടേണും ഉള്ള എന്താണ് ഹോമോജീനിയസ് എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ഇതിനടുത്ത് എന്താണ് ടൈം പീരീഡ് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് എ സെക്യൂരിറ്റി ഫോർ സെർട്ടൻ ടൈം പീരീഡ്. എന്താണ് ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെർട്ടൻ ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഈസ് കോമ്പൻസേറ്റഡ് ബൈ ദി എന്താണ് ആ റിട്ടേൺ കിട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇതാണ് അസംഷൻസ് ഓഫ് എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഇനി അതിൻ്റെ Capmൻ്റെ ഫോർമുല നോക്കുക. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് RI ഈസ് ഈക്വൽ ടു RF പ്ലസ് എന്താണ് ബീറ്റ I പ്ലസ് RM മൈനസ് RF. ബീറ്റ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, RM എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കറ്റ് റിട്ടേൺ ആണ്, RF എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് ആണ്, ഈ RI എന്ന് പറഞ്ഞാൽ എന്താണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ RM മൈനസ് RFനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. അതായത് റിസ്ക് ഫ്രീ റേറ്റിൽ കൂടുതൽ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡീഷണൽ റിട്ടേണിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിസ്ക് പ്രീമിയം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യേണ്ടത് ഉദ്ദേശിക്കുന്നത്. നമുക്കത് നോക്കാം. റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് എന്താണ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിസ്ക് പ്രീമിയം ആണ് ഇതിൻ്റെ ഇക്വേഷൻ. നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ മിനിമം റിട്ടേൺ ദാറ്റ് ആൻ ഇൻവെസ്റ്റർ വുഡ് എക്സ്പെക്ട് ഫ്രം ദി അബ്സല്യൂട്ട്ലി റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ഒരു ഇൻവെസ്റ്റർ പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനാണ് അവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. ദ yield ആൻഡ് ഗവൺമെൻറ് ബോണ്ട് ഈസ് കൺസിഡേർഡ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ റിസ്ക് ഫ്രീ റിട്ടേൺ. എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോണ്ടൊക്കെ എന്താണ്, കാരണം അത് അഷ്വേർഡ് റിട്ടേൺ ആണ്, റിട്ടേൺ കുറവായിരിക്കും പക്ഷേ എന്നാൽ അഷ്വേർഡ് ആണ്. ഇറ്റ് എസെൻഷ്യലി ദ ബെഞ്ച് മാർക്ക് എബവ് വിച്ച് റിസ്കി അസറ്റ്സ് ഷുഡ് പെർഫോം. അപ്പോൾ ഇതൊരു ബെഞ്ച് മാർക്കായിട്ടാണ് എന്ത് ചെയ്യണത്, ഒരു പോയിന്റ് എന്താണ് ഒരു റിസ്കി അസറ്റ്സ് പെർഫോം ചെയ്യേണ്ട ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് എന്താ റിസ്ക് ഫ്രീ റേറ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ബേസ് പോയിൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, റിസ്കി അസറ്റ്സ് എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, റിസ്ക് ഫ്രീ റേറ്റിൻ്റെ മുകളിൽ പെർഫോം ചെയ്യണം.
പിന്നെ ബീറ്റ അറിയാലോ അല്ലെ. ബീറ്റ ഇറ്റ് മെഷേഴ്സ് ദി എന്താണ് സിസ്റ്റമാറ്റിക് ഓർ അൺറിവേഴ്സിബിൾ റിസ്ക് ആണ് ബീറ്റ മെഷർ ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ടു വിച്ച് ആൻ ഇക്വിറ്റി സ്റ്റോക്സ് റിട്ടേൺ ഓർ ഡീവിയേറ്റ് ഫ്രം ദി ഓവറോൾ മാർക്കറ്റ് റിട്ടേൺ. എന്താണ് എന്താ മെഷർ ചെയ്യുന്നത്? സെൻസിറ്റിവിറ്റിയാണ് എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. അതായത് ഇക്വിറ്റി സ്റ്റോക്സ് റിട്ടേൺ മാർക്കറ്റ് റിട്ടേണിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള ഡിഗ്രി ഓഫ് എന്താണ് വേരിയേഷൻ, അതാണ് എന്താ ബീറ്റ പറയുന്നത്. ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ഇൻഡിക്കേറ്റ് ഗ്രേറ്റർ വോളാറ്റിലിറ്റി ആൻഡ് ബീറ്റ ലെസ് ദാൻ 1. എന്താണ് ലെസ് ദാൻ 1-നെക്കാട്ടിലും കൂടുതൽ വോളാറ്റിലിറ്റി അതിനുണ്ടാവുക, ഗ്രേറ്റർ ദാൻ 1 ആണ് ഉണ്ടാവുക. മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ബൈ ആൻ ഇൻവെസ്റ്റർ ആൻഡ് ദ റിസ്ക് ഫ്രീ റേറ്റ്. എന്താണ് റിസ്ക് ഫ്രീ റേറ്റും അതേപോലെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ അഡീഷണൽ റിട്ടേൺ റിക്വയർഡ് ബൈ ആൻ ഇൻവെസ്റ്റർ over and above the risk-free rate as a compensation for taking the higher risk of the investing in equities. അതായത് റിസ്ക് ഫ്രീ റേറ്റിന് മുകളിലുള്ള ഒരു റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? മാർക്കറ്റ് റിസ്ക് പ്രീമിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ റിസ്ക് പ്രീമിയത്തെ നമുക്കൊന്നുകൂടി പറയാം. സോ റിസ്ക് പ്രീമിയം ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ആൻ അസറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു yield in excess of the risk-free rate of return. അതായത് ഒരു അസറ്റിൻ്റെ റിസ്ക് ഫ്രീ റിട്ടേണിന് മുകളിലായിട്ട് എക്സസ് ആയിട്ടുള്ള yield ചെയ്യുന്ന എന്താണ് റിട്ടേണിനെയാണ് എന്ത് പറയുന്നത്? റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ടു ബി കോമ്പൻസേറ്റഡ് ഫോർ ദ റിസ്ക് ദേ അണ്ടർടേക്ക് വെൻ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ദീസ് കം ഇൻ ദ ഫോം ഓഫ് എന്താണ് റിസ്ക് പ്രീമിയം. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അവരെടുക്കുന്ന റിസ്ക് കോമ്പൻസേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ റിസ്കിന് അനുസരിച്ചിട്ടുള്ള ഒരു കോമ്പൻസേഷൻ അവർക്ക് കിട്ടണം, ഈ ഇൻവെസ്റ്റേഴ്സിന് കിട്ടണം. അപ്പോൾ അത് എന്തിൽ നിന്നാണ് അവർ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? റിസ്ക് പ്രീമിയത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഇക്വിറ്റി റിസ്ക് പ്രീമിയം ഈസ് ദ പ്രീമിയം ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ടു മേക്ക് ഫോർ ടേക്കിംഗ് ഓൺ ദ റിലേറ്റീവ്ലി ഹയർ റിസ്ക് ഓഫ് ബൈയിങ് സ്റ്റോക്ക്. കൂടുതൽ റിസ്ക്കുള്ള അല്ലെങ്കിൽ ഹയർ റിസ്ക് ഓഫ് എന്താണ് ഉള്ള സ്റ്റോക്കുകൾ വാങ്ങുന്ന സമയത്ത് ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നത്? എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ആണെന്ത് ഈ ഇക്വിറ്റി റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് റിസ്ക് പ്രീമിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്, അതായത് RM മൈനസ് RF. അതിൻ്റെ ഒരു ഗ്രാഫാണ് ബീറ്റ ഓഫ് ദ മാർക്കറ്റ്. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിങ്ങിലുള്ളതാണ്. മാർക്കറ്റ് റിട്ടേൺ ആണ് അതിൻ്റെ Y ആക്സിസ് കാണിച്ചിട്ടുള്ളത്. റിസ്ക് ഫ്രീ റേറ്റ് ഈസ് ദ നോർമലി ടേക്കൺ ആസ് ദ yield ഓൺ ലോങ് ടേം ഗവൺമെൻറ് ബോണ്ട് ഓൺ എന്താണ് ഇൻ ദ കൺട്രി വേർ ദ പ്രൊജക്ട് ഓർ കമ്പനീസ് ബേസ്ഡ്. എന്താണ് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ എന്താണ് ബോണ്ടാണ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് അതാണ് റിസ്ക് ഫ്രീ റേറ്റ്. അതിനനുസരിച്ച് എന്താണ് ഓരോ സ്ഥലത്തും റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേണും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഓക്കെ, ഇനി എലമെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ്. പ്രധാനമായിട്ടും 2 എലമെൻറ്റ്സ് ആണുള്ളത്, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ആൻഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ. സോ ദ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ drawn on a chart that serve a graphical representation of the capital asset pricing model. അതായത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ക്യാൻ ഹെൽപ്പ് ടു ഡിറ്റർമിൻ വെദർ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് വുഡ് ബി ഓഫർ എ ഫേവറബിൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പയർഡ് ടു ഇറ്റ്സ് ലെവൽ ഓഫ് റിസ്ക്. SML ഹെൽപ്പ് ചെയ്യുന്നത് എന്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ ഫേവറബിൾ എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ് എന്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെവൽ ഓഫ് റിസ്ക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, SML ക്യാൻ ഹെൽപ്പ് ടു ഡിറ്റർമിൻ വെദർ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് വുഡ് ഓഫർ എ ഫേവറബിൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് നല്ല റിട്ടേൺ എന്ത് ചെയ്യുന്നുണ്ടോ? ഓഫർ ചെയ്യുന്നുണ്ടോ? എന്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്? കമ്പയർഡ് ചെയ്ത് ഇറ്റ്സ് ലെവൽ ഓഫ് റിസ്ക്. അതിൻ്റെ ലെവൽ ഓഫ് റിസ്ക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നല്ല റിട്ടേൺ ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ ഫോർമുല ഫോർ പ്ലോട്ടിംഗ് ദ SML ഫോർമുല എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബീറ്റ. എന്തിൻ്റെ തന്നെയാണ്? ക്യാപിറ്റലിൻ്റെ ഫോർമുല തന്നെയാണ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് എന്താണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ RF ഈസ് ഈക്വൽ ടു RF പ്ലസ് എന്താണ് RI ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അപ്പോൾ ഇതാണ് നോക്കുക
ഇപ്പോൾ ഇവിടെ ഫസ്റ്റിലത്തെ ആണെന്ത് എഫ് അല്ലേ എന്താണ് RF എന്ന് പറയുന്ന RF നോക്കുക, അവിടെ ഉള്ള റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ് കുറവാണ്. പക്ഷേ എന്ത് 0 ആണ്, റിസ്ക് എന്താണ് 0 ആണ്. ഇവിടെ എന്താണ് ഇവിടെ എക്സ് ആക്സിസിൽ മാർക്കറ്റ് റിസ്ക് തന്നെയാണ്, ബീറ്റ തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. വൈ ആക്സിസിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ 0.5 റിസ്ക് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ബീറ്റ 0.5 ആണ്. എം എന്ന് പറയുന്ന പോയിന്റിൽ 1 ആണ്, അതാണ്. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ 1.5 ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് റിസ്ക് പ്രീമിയം ഉണ്ട്. അതായത് എ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ് എടുക്കുന്നത് എങ്കിൽ എന്താണ് റിസ്ക് ഫ്രീ റേറ്റിനേക്കാളും എന്താണ് കൂടുതൽ എന്നിട്ട് റിട്ടേൺ ഉണ്ട്. പക്ഷേ അതിലും കൂടുതലാണ് എന്ത് ചെയ്യുന്നത് എങ്കിൽ എം എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ എടുക്കുന്നതെങ്കിൽ എന്ത് കൂടുന്നു, റിസ്ക് കൂടുന്നുണ്ട്, അതേസമയം എന്തും കൂടുന്നുണ്ട്, റിട്ടേണും എന്ത് ചെയ്യുന്നുണ്ട് കൂടുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, ഇതിലൂടെ മെഷർ ചെയ്യുന്നത് SMLലൂടെ എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് എന്ത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. സോ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ ദ പോർട്ട്ഫോളിയോസ് ദാറ്റ് ഒപ്റ്റിമലി കമ്പൈൻ ദ റിസ്ക് ആൻഡ് റിട്ടേൺ. എന്താണ് ഈ സെക്യൂരിറ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ പോർട്ട്ഫോളിയോ ദാറ്റ് ഒപ്റ്റിമലി കമ്പൈൻ. ഇതിൽ കൂടുതലായിട്ടും എന്തുള്ളൂ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ആണ് കൂടുതലും ഇതിൽ വരിക, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ വരിക. സോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ പോർട്ട്ഫോളിയോസ് ദാറ്റ് ഒപ്റ്റിമലി കമ്പൈൻ റിസ്ക് ആൻഡ് റിട്ടേൺ. അതായത് റിസ്ക് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിലുള്ള പോർട്ട്ഫോളിയോസ് ഇല്ലേ, അപ്പോൾ ആ പോർട്ട്ഫോളിയോസിനെ ആണെന്ത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ CML ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ് ദാറ്റ് ഗിവ്സ് ഒപ്റ്റിമൽ കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഫ്രീ അസറ്റ്സ് ആൻഡ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്നാണ് അതിൻ്റെ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തിൻ്റെ കോമ്പിനേഷനായിട്ടാണ് റിസ്ക് ഫ്രീ അസറ്റ്സിൻ്റെയും ക്യാപിറ്റൽ മാർക്കറ്റ് പോർട്ട്ഫോളിയോൻ്റെയും കോമ്പിനേഷനായിട്ടാണ് എന്തിനെ വ്യൂ ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈന് വ്യൂ ചെയ്യുന്നത്. So the CML is superior to efficient frontier in the sense that it combines the risky assets with the risk-free assets. എന്താണ് CML എന്തിനേക്കാളും എന്താണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിനേക്കാളും സുപ്പീരിയർ ആണെന്ന് പറയാനുള്ള കാരണം അത് എന്തിനെ കമ്പൈൻ ചെയ്യുന്നു, ഈ റിസ്ക് ഫ്രീ അസറ്റ്സും അതേപോലെ കമ്പൈൻ റിസ്കി അസറ്റ്സിനെ എന്ത് ചെയ്യുന്നു കമ്പൈൻ ചെയ്യുന്നു. സോ ദ സ്ലോപ്പ് ഓഫ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ഇസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ റിസ്ക് ഫോർ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഓർ ദ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് റിസ്ക് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് ഫോർ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസിൻ്റെ എന്താണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് എന്നാണ് റിസ്ക് ഓർ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എന്നാണ് റിസ്ക് ഇൻ ദ മാർക്കറ്റ് റിസ്കിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസ് ആണ് അതിൻ്റെ സ്ലോപ്പ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ് RP is equal to RF plus ERM minus RF divided by sigma M into sigma P ആണ് ഇത് അതിൻ്റെ ഇക്വേഷൻ, സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ മാർക്കറ്റ് ലൈൻ നോക്കുക, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എക്സ് ആക്സിസിൽ, വൈ ആക്സിസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുക്കാനുള്ള കാരണം എന്താണ്, അത് ടോട്ടൽ റിസ്ക് ആണ് എന്ത് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത്. നേരത്തെ എന്ത് മാത്രമായിരുന്നു സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ RF ഇതും ഇതേപോലെ തന്നെ എന്താണ് RF ഉണ്ട് അതേപോലെ എന്താണ് ഇവിടെ എന്താണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഉണ്ട്. അപ്പം ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു ടച്ച് ചെയ്യുന്ന ഏതാണ് M എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ആണ്, അതാണ് എന്ത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്, അതായത് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിലുള്ള എല്ലാ പോർട്ട്ഫോളിയോസും അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ പോർട്ട്ഫോളിയോസിൻ്റെ എന്താണ് റിസ്ക് റിട്ടേൺ കോമ്പിനേഷനാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. If you have any questions regarding the session, you can ask.